നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതിയും രണ്ട് കുട്ടികളും ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ മനസ്സിനെയെല്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ നമ്മുടെ ആരും അല്ലാതായിരുന്നിട്ട് കൂടി അത് വളരെ വേദന ഉളവാക്കുന്നു. ആ സംഭവം അറിഞ്ഞ ഉടനെ ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൽ ഇവർ ക്രിസ്ത്യാനികളാണെന്ന് പേരിൽ നിന്ന് മനസ്സിലായി, എന്നല്ലാതെ ഏത് സഭക്കാരാണെന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആ വീഡിയോയിൽ പ്രധാനമായും കത്തോലിക്കാ സഭയെ പറ്റിയാണ് പറഞ്ഞത്. കത്തോലിക്കാ സഭയുടെ ഇന്നത്തെ ഒരു അപജയത്തെപ്പറ്റി. കാരണം സഭയിൽ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കെട്ടിടം പണിയാനുള്ള ആർത്തി. പള്ളി പണിയുക, പിന്നെ പൊളിച്ചു പണിയുക, വീണ്ടും പണിയുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടാക്കുക, അതിനുവേണ്ടി കെട്ടിടം ഉണ്ടാക്കുക. ഇതാണ് സഭയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് മാറിയിരിക്കുന്നത്. കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും എല്ലാ സഭയിലും ഇതൊക്കെ തന്നെയാണ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രേക്ഷിത വൃത്തിയെന്നും ഇതാണ് പിന്നെ ക്രിസ്ത്യാനികൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയാണ് സഭയിലുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അതിനെതിരെയാണ് നമ്മൾ സംസാരിച്ചത്. അന്ന് സംസാരിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ താമരശ്ശേരി രൂപതയിൽ അലീന എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഒരു അധ്യാപിക, 5 വർഷമായിട്ട് ശമ്പളമില്ല. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു. അതേ തുടർന്ന് അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളൊരു എക്സ്ക്യൂസാണ് രൂപത പറയുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്ന ആ രൂപതയൊക്കെ കാശുള്ള രൂപതയാണ്, അല്ലാതെ കാശില്ലാത്ത അത്തപ്പാടികളൊന്നുമല്ല. ഇവർക്ക് മാസം തോറും ശമ്പളം കൊടുക്കാം. ഇനി സർക്കാരിൻ്റെ ശമ്പളം വരുമ്പം ആ ശമ്പളം തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുന്ന പോലുമില്ല. ഉപകാരം ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി ജോസഫ് സാറിൻ്റെ കൈവിട്ടപ്പോഴും നമ്മളത് കണ്ടതാണ്. അങ്ങേരെ പിരിച്ചുവിട്ടപ്പം ഇങ്ങേരുടെ കുടുംബം ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു കൊടുക്കണ്ടേ? ഒരാളെ പിരിച്ചുവിടുമ്പോൾ പിന്നെ വെറും കൈയോടെയാണോ വിടേണ്ടത്? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നു. പിന്നെ കത്തോലിക്കരുടെ ഏറ്റവും വലിയ കേന്ദ്രമായ പാലായിലെ മുത്തോലിയിൽ ഒരു കുടുംബം ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അന്ന് തന്നെ വലിയ ചർച്ചയുണ്ടായിരുന്നു. ആ വികാരിയൊന്നും ഇതറിഞ്ഞില്ലേ കുടുംബങ്ങളുടെയൊക്കെ സ്ഥിതികളെ പറ്റി, ഇവർക്കൊക്കെ എന്താണ് വേറെ പണിയെന്ന്. അപ്പം വികാരിമാരെല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. പക്ഷേ അവിടെ പള്ളിക്കാരും ഒക്കെ ഉണ്ടല്ലോ. ആ പള്ളിക്കാരൊക്കെ ഓരോ കുടുംബങ്ങളുടെയൊക്കെ കാര്യത്തെപ്പറ്റി അയൽപക്കംകാരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതോ നമ്മുടെ സഹോദരൻ്റെ കാര്യങ്ങൾ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലയോ? നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടവരാണോ എന്നൊരു ചിന്തയാണ് അതിൽ നമ്മൾ പങ്കുവെച്ചത്. പറ്റുന്നവരതൊന്ന് വീണ്ടും ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഷൈനിയും മക്കളും അവർ ജ്ഞാനായക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ വാസ്തവം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി. ജ്ഞാനായ സമുദായം കേരളത്തിലെ വളരെ പ്രബലമായ ഒരു സമുദായമാണ്. പിന്നെ നമ്മൾ അവിടെ കേരളത്തിൽ വലിയ പ്രത്യക്ഷമായിട്ടത് രംഗത്തില്ലെങ്കിൽ കൂടി നമുക്കറിയാം, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ എത്രയോ ശക്തമായിട്ടുള്ളൊരു സമുദായമാണ്, സാമ്പത്തികമായിട്ടും ഒക്കെ ഉയർന്നു നിൽക്കുന്ന. ആ സമുദായത്തിലെ ഒരു സ്ത്രീ, അതും വിദ്യാഭ്യാസവും അറിവുമുള്ള ഒരു സ്ത്രീ, അതുപോലെ തന്നെ അവർ സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ട കുടുംബത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഭർത്താവിൻ്റെ സഹോദരൻ വൈദികനാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു കുടുംബത്തിലെ അംഗം ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ അവർക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. കാരണം അവർക്കുണ്ടായിരുന്ന ജോലികളെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതിലെ കിരാതമായൊരു നിയമമാണ്. നമ്മൾ ഈ ഏതാനും വർഷം, 9 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ജോലിയിൽ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈസൻസ് കിട്ടില്ല എന്ന്. എന്തൊരു നിയമമാണ്? അങ്ങനെ ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം അവർക്ക് പിന്നെ പരിശീലന കാലമായിട്ട് നിശ്ചയിക്കണം. എന്നിട്ട് വീണ്ടും ഇവർ പഠിച്ചതാണല്ലോ, അതെങ്ങനെയാണ് മറന്നു പോകുന്നത്? അതില്ലാതായി പോകുന്നത്. അപ്പോൾ ആ പഠിക്കുന്നത് വീണ്ടും അത് ഓർമ്മ പുതുക്കാനായിട്ട് ഒരു സമയം കൊടുക്കണം. വേണമെങ്കിൽ ഒരു പരീക്ഷയോടെ വീണ്ടും നടത്താം. ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് പരിഷ്കൃത ലോകത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. ആ ഒരു കാരണം കൊണ്ട് ആശുപത്രികളൊന്നും അവർക്ക് ജോലി കൊടുത്തില്ല. കൊടുത്ത ആശുപത്രികളിലൊക്കെ ജോലി നഷ്ടപ്പെട്ടതിന് പിന്നിൽ ചിലർ പ്രവർത്തിച്ചു എന്നും പറയുന്നു. അതേപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അതിൽ പിന്നെ ഈ ഒരു കുടുംബത്തെ പറ്റിയല്ല, വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമുദായം എന്ന നിലയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതല്ലേ? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ പിന്നെ SNDPയുടെ സെക്രട്ടറി ആയിട്ട് ഒരു 4 നൂറ്റാണ്ടിലധികമായി, 4 നൂറ്റാണ്ടല്ല, അതിൽ കൂടുതലായി, ഒരു 30 വർഷത്തോളമായി. എന്തുകൊണ്ടാണ് അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ ആ സ്ഥാനത്തിരിക്കുന്നത്? പ്രധാനമായിട്ടും ഒരു കാര്യമുണ്ട്. അദ്ദേഹം ആ സമുദായത്തെ ഉയർത്താനും അതുപോലെ തന്നെ മൈക്രോ ഫൈനാൻസ് അങ്ങനെ തുടങ്ങി സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ആ സമുദായത്തിൽ എത്തിക്കാനും സമുദായങ്ങൾക്ക് എത്തിക്കാനുമാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ധാരാളം ഉണ്ടായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത് വിലപ്പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പോൾ കത്തോലിക്കാ സഭയോ മറ്റ് സഭകളോ ഒക്കെ സമ്പന്നമായ സഭകളാണ്. എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞാടുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ കുഞ്ഞാടുകളില്ലെങ്കിൽ വലിയ പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം?
ആളുകൾ രാജ്യം വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോകുന്നു. പിന്നെ നല്ലൊരു വിഭാഗം പെൺകുട്ടികൾ പിന്നെ മറ്റ് സമുദായക്കാരെ കെട്ടിപ്പോകുന്നു. ലവ് ജിഹാദിനൊക്കെ അടിമപ്പെട്ട് ആരെങ്കിലും കണ്ണു കാണിച്ചാൽ ഉടനെ അവരുടെ കൂടെ പോകുന്നു. കാരണം നിവൃത്തിയില്ല. ഈ പിന്നെ ഈ ക്രിസ്ത്യാനി ഒരുത്തൻ വന്ന് കെട്ടുമെന്ന് പിന്നെ വിചാരിക്കാൻ പറ്റില്ല. അവൻ ഇല്ലാത്ത സ്ത്രീധനം ചോദിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി സഭ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ സഭയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. വലിയ വലിയ ആശുപത്രികൾ നമ്മൾ ഉണ്ടാക്കണം. അത് പിന്നെ മൊത്തത്തിൽ ഗുണകരമായ ഒരു കാര്യമാണ്, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഈ ഇടവക തലത്തിലുമൊക്കെ ആളുകളുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയാനും അതിന് പിന്നെ പലതിനും ചെറിയ പരിഹാരങ്ങളായിരിക്കും വേണ്ടത്. അല്പകാലത്തേക്കുള്ളൊരു പരിഹാരമായിരിക്കും വേണ്ടത്. ആ അല്പകാലത്തേക്കുള്ളൊരു പരിഹാരത്തിനോ അല്ലെങ്കിൽ ഒരു ഉപദേശത്തിനോ അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്നതിനോ ഒക്കെ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ക്രൈസ്തവികതയും മാനവികതയുമാണുള്ളത്. ഇപ്പം ഈ ജ്ഞാനായ സമുദായത്തെ പറ്റി നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയിൽ സമ്പന്നമായൊരു സമുദായം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിവിടെ കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ രൂപതയും ഈ സഭാകാര്യങ്ങളും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ കോട്ടയം രൂപതയുടെ നേരിട്ടുള്ള കീഴിലായിരിക്കണം ഇവിടെയുള്ള ജ്ഞാനായക്കാരെന്ന് പറയുന്നു. അതിന് സീറോ മലബാർ സഭയാണ് ഇതിൽ എന്ന് പറയുന്നു. എനിക്കറിഞ്ഞുകൂടാ നമുക്കതിനെപ്പറ്റി ഒരു താല്പര്യമുള്ള കാര്യവുമല്ല. അത് ഒരു രൂപത കൂടെ വന്നാൽ ഒരു ബിഷപ്പും പിന്നെ കുറേ സംവിധാനം കൂടെ വരികയാണ്. നമ്മുടെ കാശ് കുറേ കൂടെ പോകുന്ന സംവിധാനമാണ് വരുന്നത്. അതുകൊണ്ട് ഈ രൂപതയും ബിഷപ്പും എത്രയും കുറഞ്ഞിരിക്കണം. ഇപ്പം തന്നെ ആവശ്യമില്ലാത്തതിലധികം അത്ര രൂപതകളും ബിഷപ്പുമാരും കേരളത്തിലുണ്ട്. ബിഷപ്പുമാരെ തട്ടിയിട്ട് നടക്കാൻ മേലാത്തൊരവസ്ഥയുണ്ട് കേരളത്തിൽ എല്ലാ സഭകളിലും. പണ്ടൊക്കെ ഈ ഒരു 50-60 വർഷം മുമ്പ് ഒരു ബിഷപ്പ് മരിക്കുമ്പോൾ അതൊരു വാർത്തയായിരുന്നു പത്രത്തിൽ. ഇന്നിപ്പം ബിഷപ്പ് മരിക്കുമ്പം അത് ചരമക്കോടതിയിൽ എവിടെയെങ്കിലും ഒരു വാർത്ത വരും. ആ അവസ്ഥയിലേക്ക് വന്നു. കാരണം അത്രയധികം ബിഷപ്പുമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഈ സ്ഥിതികൾ നമ്മൾ പിന്നെ കാണുന്നതാണ്. ഈ ബിഷപ്പുമാരുടെ എണ്ണം കൂടുന്നു. അപ്പം അതിനോട് നമുക്കൊരു അനുഭവം തോന്നുന്ന കാര്യമല്ല. ഈ സീറോ മലബാർ സഭയ്ക്ക് എന്താണ് താല്പര്യമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റിയുള്ള വിവാദത്തിലേക്കോട്ട് കടക്കാൻ എനിക്ക് താല്പര്യവുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സമ്പന്നമായ സഭയാകുമ്പോൾ നാട്ടിലൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഈ സാമൂഹ്യ രംഗത്തൊക്കെ പിന്നെ ശ്രദ്ധ ചെലുത്താനും അല്ലെങ്കിൽ ഉപകാരങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതാണ്. അമേരിക്കയിലുള്ളവർക്ക് അത് കഴിയേണ്ടതാണ്, ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിന് പ്രകടമായൊരു മാറ്റം ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഈ ജ്ഞാനായ സമുദായത്തിലൊക്കെ ഈയിടയ്ക്കുണ്ടായ ഒരു മാറ്റങ്ങൾ ഇപ്പോൾ ഒരു 5-10 വർഷമായിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. മുമ്പ് ഈ KCCNA കൺവെൻഷനൊക്കെ നടക്കുമ്പം പത്രക്കാരെയൊക്കെ വിളിക്കും. നമ്മളൊക്കെ ചെല്ലുന്നത് സന്തോഷപൂർവ്വം അതിൻ്റെ വാർത്തകൾ കൊടുക്കുകയും അതിനെപ്പറ്റി എഴുതുകയും അവരെപ്പറ്റി എഴുതുകയും ഒക്കെ ചെയ്യുന്ന പിന്നെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ബേബി ഒരാളിലും അതുപോലെയുള്ളവരൊക്കെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴൊക്കെ ജ്ഞാനായ സമുദായത്തെ പറ്റിയുള്ള വാർത്തകളും കാര്യങ്ങളുമൊക്കെ പിന്നെ കൃത്യമായിട്ട് എഴുതുകയും വളരെ വ്യക്തമായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്ന കാര്യം ഓർക്കുന്നു. പിന്നെ അന്നൊക്കെ ഈ KCCNA നമുക്കറിയാം, ഇവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. അവർ നടത്തുന്ന കൺവെൻഷനാണ് ഏറ്റവും വലുത്. കാരണം ഏറ്റവും അധികം ആളുകളുള്ളത് അവർക്കാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. ഇന്നിപ്പോൾ അത് ഒരു 5-10 വർഷമായിട്ട് അങ്ങനൊരു സംഘടന ഉള്ളതായിട്ടോ അങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുന്നതായിട്ടോ നമ്മൾ പലരും അറിയുന്നില്ല. കാരണം അത് ആ സമുദായമായിട്ട് ചുരുങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചുരുങ്ങിപ്പോകുന്നത് ശരിയാണോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ മറ്റ് സമുദായങ്ങൾ മറ്റ് മതസ്ഥർ പോലും അവരുടെ കൺവെൻഷനുകളിലേക്കൊക്കെ മറ്റു മതസ്ഥരായ ആളുകളെയൊക്കെ പോലും വിളിക്കുന്നത് കാണാറുണ്ട്. കാര്യപ്പെട്ട ആളുകളെയൊക്കെ ക്ഷണിക്കുന്നത് കാണാറുണ്ട്. അപ്പം സമുദായങ്ങളൊക്കെ ചുരുങ്ങിപ്പോവുകയല്ല വേണ്ടത്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതിനെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ആ പാലങ്ങൾ, ബ്രിഡ്ജുകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സമുദായങ്ങളൊക്കെ പലരും നിത്യേന എഴുതുന്ന ലേഖനങ്ങളൊക്കെ കാണാറുണ്ട്. എത്രയോ നല്ല ചിന്തകരായ ആളുകൾ. പക്ഷെ അവർ പറയുന്നത് എന്താണ്? അതാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു റീതിങ്കിങ് ഉണ്ടാവേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മളായിട്ട് മാത്രം ചുരുങ്ങിപ്പോയാൽ മതിയോ? കത്തോലിക്ക സഭ കെട്ടിടം പണിയുന്ന ഒരു സഭയായിട്ട് മാത്രം നിലനിന്നാൽ മതിയോ? അല്ലെങ്കിൽ ജ്ഞാനായ സഭ ഒരു ചട്ടക്കൂടിൽ നിന്ന് മറ്റു കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയാതെ ഈ പള്ളി താല്പര്യങ്ങളൊക്കെ മാത്രമായിട്ട് മുന്നോട്ട് പോയാൽ മതിയോ? ഇതൊക്കെ ഒന്ന് ചിന്താവിഷയമാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു.